നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ഇരുട്ടടി. രാജ്യത്തെ വാണിജ്യ പാചകവാതകത്തിന്റെ വില ഒറ്റയടിക്ക് 993 രൂപ കൂട്ടി. അന്താരാഷ്ട്ര ജെറ്റ് വിമാനങ്ങളുടെ ഇന്ധന നിരക്കും 5% വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വിലയും കൂടിയേക്കും. ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ എന്നായിരുന്നു കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ന്യായീകരണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനു ശേഷം രണ്ടാം തവണയാണ് കേന്ദ്രത്തിന്റെ പ്രഹരം. ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചതോടെ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3000 കടന്നു. 3071 രൂപയാണ് രാജ്യതലസ്ഥാനത്തെ പുതിയ നിരക്ക്. ഹൈദരാബാദിൽ 3314 രൂപയും കൊൽക്കത്തയിൽ 3215 രൂപയും ഇനി സിലിണ്ടറുകൾക്ക് നൽകണം. 5 കിലോ LPG സിലിണ്ടറിന്റെ വില 261 രൂപയും വർദ്ധിപ്പിച്ചു. പ്രതിസന്ധിയിൽ ഇത്രയും നാൾ പിടിച്ചു നിന്നില്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വില വർധനവിനെ ന്യായീകരിച്ചു. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതാണ് നടപടിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP വിമർശിച്ചു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന, ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇത്തരമൊരു ജനവിരുദ്ധ നടപടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇതിന് എന്ത് വില കൊടുത്തും എതിർക്കാൻ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരിക. ജെറ്റ് വിമാനങ്ങളുടെ ഇന്ധന നിരക്ക് വർദ്ധിച്ചതോടെ അന്താരാഷ്ട്ര ടിക്കറ്റുകൾക്ക് അധികം പണം നൽകേണ്ടി വരും. അതേസമയം പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. വില വർദ്ധിപ്പിക്കൽ ഒഴിവാക്കാനാകില്ലെന്നാണ് ധനമന്ത്രാലയത്തിന്റെ അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മീഡിയ 1, ഡൽഹി.